കർത്താവിൽ പ്രിയരെ, 50 നോമ്പിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഒരൗഷധമാണ്. 50 ദിവസങ്ങൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുകയും നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന, ദൈവത്തിന്റെ ഹിതത്തിന് ഇഷ്ടമല്ലാത്ത പല കാര്യങ്ങളെയും വേണ്ടാന്ന് വെക്കുകയും അതുപോലെ ഉപവസിക്കുകയും തപസ്സൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലുള്ളതായ ദുഷ്പ്രവണതകളെയും തിന്മയിലേക്കുള്ള നമ്മുടെ ചായ്വുകളെയും നമുക്ക് നിയന്ത്രിക്കാനായി സാധിക്കും. ഒരു ശരീരത്തെ നിലനിർത്തുന്നത് അതിൽ ഹിതകരമായ കാര്യങ്ങൾ സ്വീകരിക്കുകയും ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ശരീരം നന്നായി വളരുന്നത്. ആത്മീയമായ ജീവിതത്തിലും നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്ന, നമ്മളെ നല്ലവരാക്കുന്ന ദൈവവചനവും ദൈവവചനത്തിന്റെ പ്രവൃത്തികളും പ്രാർത്ഥനയും അതുപോലെ ഈ നാളുകളിലെ തപസ്സും ഉപവാസവും പുണ്യപ്രവൃത്തികളും ഒക്കെ ചെയ്യുകയും മത്സ്യ മാംസാദികൾ ഒക്കെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വേണ്ടാന്ന് വെക്കുമ്പോൾ വെള്ളിയാഴ്ചകളിലും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഉപവസിക്കുമ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ ഒരുക്കുന്നതോടൊപ്പം മനസ്സിനെയും ഒരുക്കിക്കൊണ്ട് ദൈവാരൂപി നമ്മളിൽ സ്വീകരിക്കാനായിട്ട് നമ്മെ ഒരുക്കുന്നു. നോമ്പിന്റെ നാളുകളിൽ നമുക്ക് ദൈവത്തിന്റെ ആഴപ്പെടുവാനായിട്ട് കഴിയണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വ്യാപരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നന്മ വളരുവാനുമായിട്ട് കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് വ്യാപരിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നന്മയിൽ വളരുവാനുമായിട്ട് നമുക്ക് കഴിയണം. നമ്മളെ ദൈവസ്നേഹത്തിൽ നിന്നും സഹോദര സ്നേഹത്തിൽ നിന്നും അകറ്റുന്ന പല കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കുക, പ്രവൃത്തികളെ നിയന്ത്രിക്കുക, ചിന്തകളെ നിയന്ത്രിക്കുക. അങ്ങനെ പരിപൂർണമായ ആത്മനിയന്ത്രണത്തിലൂടെ, ശാരീരികമായ നിയന്ത്രണത്തിലൂടെ ദൈവമക്കളായി തീരുവാനും ആത്മീയ ഔഷധമായി തീരുവാനും എല്ലാവർക്കും ഭാഗ്യപ്പെട്ടതായ നോമ്പ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നന്ദി.